ഒരു ദിവസം രാവിലെ എണീച്ചപ്പോൾ മോക്ക് പനിയുണ്ട്, ഭാര്യയ്ക്ക് പനിയുണ്ട്, എനിക്ക് തൊണ്ടവേദന, അങ്ങനെ കുറേ സിംറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഉപ്പാൻ്റെ ഓഫീസിലാണെങ്കിൽ ഈ കോവിഡ് അന്ന് കൊറോണ ഉണ്ട് എന്നുള്ളൊരു വാർത്തയുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്ത് ആ ഒരു ഇതിൽ ഞങ്ങൾ പോയി കണ്ട് ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റൊക്കെ ചെയ്ത് അന്ന് രാത്രി വന്നിങ്ങനെ കടന്നപ്പോൾ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു ഒരു ഫീൽ വരാൻ തുടങ്ങി. കാരണം നമ്മളിപ്പോൾ എന്താ ടെസ്റ്റ് ചെയ്തത്, അതുവരെ ഉള്ളത് അങ്ങനെ അങ്ങോട്ട് നടന്നുപോയി. പക്ഷേ ടെസ്റ്റ് ചെയ്ത് വന്നിങ്ങനെ കിടന്നപ്പോൾ ഞാനും വൈഫും ഇങ്ങനെ നമുക്ക് ഭയങ്കര ഒരു ഫീല്. കാരണം നമ്മളിപ്പോൾ അപ്പോഴാണ് ശരിക്കും തിരിഞ്ഞു നോക്കണം. മറ്റേത് ഇങ്ങനെ അതിൻ്റെ കുട്ടികളെ കരച്ചിലും ക്ഷീണവും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് പോയി. അങ്ങനെ ആ ഒരു ടെൻഷനിൽ നമ്മളിങ്ങനെ കിടന്ന് റിസൾട്ട് പോസിറ്റീവ് ആവുമോ നെഗറ്റീവ് ആവുമോ അറിയില്ല. പക്ഷേ നമ്മളെ മനസ്സിലെന്തോ വയ്യായ്മ ഉള്ളതുകൊണ്ട് പോസിറ്റീവ് ആവുന്നൊരു തോന്നൽ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഏതായാലും ഇങ്ങനെ ക്ഷീണിച്ച് നമ്മൾ കിടന്ന് രാവിലെ എണീറ്റപ്പോൾ ഒരു 8-8:30 ആയപ്പോൾ നമ്മൾ നീക്കാനും അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട്, ബോഡി പെയിനും കാര്യം കൂടി, നല്ല തലവേദന ഉണ്ട്. കുട്ടിക്കാണെങ്കിൽ ഓക്കും വയ്യ, ചെക്കനും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രാവിലെ എണീച്ച് എനിക്ക് നമ്മളങ്ങനെ ആ ഒരു ഉഷാറില്ലാതെ അങ്ങനെ എണീക്കുമ്പോൾ ഒരു ഫോൺ വന്നിട്ട് പറഞ്ഞു നിങ്ങളിത് പോസിറ്റീവാണ്. അപ്പോൾ നോക്കുമ്പം എനിക്ക് മാത്രം പോസിറ്റീവാണ്, എന്നോട് ക്വാറന്റൈനിൽ പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, രണ്ടവസ്ഥ. അപ്പോൾ പെട്ടെന്ന് കേട്ടപ്പം ഉള്ള ഒരു വല്ലാത്തൊരു ഷോക്ക് ഉണ്ടെങ്കിലും ഞാൻ മറ്റൊരു അപ്പം ഞാൻ അപ്പത്തെ ചോദിച്ചു എൻ്റെ കുട്ടികളുടെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ളവർ. അപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു, നിങ്ങളത് മാത്രം റിസൾട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്പർ കൊടുത്തതിലുള്ള എന്തോ ഞാൻ എൻ്റെ നമ്പർ വേറെയും മൊബൈൽ കൊടുത്തതിൻ്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് തോന്നുന്നു. അവരുടെ അടുത്ത് നമ്മൾ റിസൾട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും വേഗം ക്വാറന്റൈനിൽ നിങ്ങൾ പ്രവേശിക്കണം, നിങ്ങളത് ഇതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് എൻ്റെ ഭാര്യയും കുട്ടികളെ ഒരുമിച്ച് തന്നെ ചെയ്താണ്, അവരുടെ റിസൾട്ട് കൂടി അറിയണം. കാരണം അവരൊറ്റയ്ക്ക് ഇവിടെ ഇട്ട് പോകാൻ പറ്റില്ല, എങ്ങനെ അവർ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരൊറ്റയ്ക്കായി പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ എന്നാൽ അത് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അളിയനൊക്കെ വിളിച്ചു. അളിയൻ പറഞ്ഞു ഹെൽത്ത് സെൻ്ററിൽ വിളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വൈഫ് ഹെൽത്ത് സെൻ്ററിൽ വിളിച്ചു. അങ്ങനെ ഹെൽത്ത് സെൻ്ററിൽ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈഫ് എൻ്റെ എന്താ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കണേ പെട്ടെന്ന് വൈഫ് എൻ്റെ കയ്യിൽ അമർത്തി ഇങ്ങനെ പിടിച്ചു, ഒരു സന്തോഷത്തിലുള്ളൊരു പിടി. പിന്നെ കുറച്ച് കഴിഞ്ഞ് മുഖമൊക്കെ ഇങ്ങനെ വാടണമൊക്കെ ഉണ്ട്. അപ്പം സന്തോഷത്തിൽ സത്യം പറഞ്ഞാൽ അവളെ സന്തോഷത്തിൽ പിടിച്ചപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാവർക്കും നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള ആ ഒരു ഫീലിലാണ് ഞാൻ ഉണ്ടായത്. പക്ഷെ അവൾ പറഞ്ഞു അവൾക്ക് പോസിറ്റീവാണ്. അതറിഞ്ഞപ്പോഴാണ് അവൾ എന്നെ ഇതായത്. കാരണം അവൾക്ക് എന്നെ ഒറ്റയ്ക്ക് ക്വാറന്റൈനിൽ വിടാനുള്ള ഒരു എന്തോ ഒരു ഫീല്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഫീലായിട്ടോ. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു അസുഖം വരുമ്പം പോലും നമ്മളൊപ്പം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതായി. അവൾ പറഞ്ഞു കോവിഡ് ഒരു ക്വാറന്റൈനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം എന്നവൾ പറഞ്ഞു. പക്ഷേ അടുത്തൊരു വാർത്ത അവൾ പറഞ്ഞത് ഭയങ്കര സങ്കടകരമായ വാർത്തയാണ്. ഞങ്ങളുടെ 2 മക്കൾക്കും പോസിറ്റീവാണ്. പെട്ടെന്ന് അത് കേട്ടപ്പോൾ നമ്മൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ മറന്നു. കാരണം കുട്ടികൾക്ക് പോസിറ്റീവായി. നമ്മൾ സത്യം പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രശ്നം എന്നും നമുക്ക് അറിയില്ല. നമുക്കങ്ങനെ നമ്മൾ കേട്ടുകേൾവികളാണ്, കുറേ വാർത്തകളാണ്, കുറേ പോസ്റ്റുകളാണ്. ഇതല്ലാതെ നമുക്ക് പരിചയമുള്ള ആൾക്കാർക്ക് വന്നിട്ടില്ല. അപ്പം നിജസ്ഥിതി നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ തുടങ്ങി. കാരണം കുട്ടിക്ക് നല്ല പനിയുണ്ട്, 2 ദിവസമായിട്ട് കുട്ടി നല്ല പനിയുണ്ട്, അസ്വസ്ഥതയാണ്, നല്ല ഉറക്കവും കാര്യങ്ങളും പ്രശ്നമാണ്, കരച്ചിലാണ്. അത് നല്ല പേടിയായി. കാരണം 1 വയസ്സായിട്ടുള്ളൂ. ചെക്കന് കുഴപ്പമില്ല, അങ്ങനെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല. പിന്നെ ഞങ്ങൾക്കാണെങ്കിലും വയ്യ, നല്ല ക്ഷീണമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോഴത്തെ ഒരവസ്ഥയിൽ നമുക്ക് ശരിക്കും തോന്നിയത് സംതിങ് നമുക്ക് എന്തൊരു വയ്യായിക ഉണ്ട് എന്നുള്ള നല്ല ഫീലുണ്ട്. തൊണ്ടവേദന നല്ലോണം കൂടി. തൊണ്ടവേദന എപ്പോഴും കേൾക്കുന്ന സാധനം ഈ തൊണ്ടവേദനയാണ്. ഇതാണെങ്കിൽ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ആക്കപ്പാടായിട്ട് നല്ല ബുദ്ധിമുട്ടായി. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എന്ത് ചെയ്യണം എന്നറിയില്ല. ഉപ്പാൻ്റെ റിസൾട്ടും വന്നു. അപ്പോൾ MOPS എന്ന് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ നിങ്ങളെന്ത് ചെയ്യും, ക്വാറന്റൈനിലേക്ക് മാറ്റും, അതിനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്, അതൊരു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ചിലപ്പോൾ 1 ദിവസം എടുക്കും എന്നാണ്. കാരണം ഉപ്പാ റിസൾട്ട് നമുക്ക് വൈകുന്നേരമായി. അപ്പോൾ 1 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അതുവരെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. കാരണം ഒന്ന്, കുട്ടി കരച്ചിലും മോക്ക് വയ്യായി ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കൽ ഒരു ഭയങ്കര ചടങ്ങാണ്. പിന്നെ ഓർഡർ ചെയ്യാൻ പറ്റുമോ നമുക്കറിയില്ല. നാട്ടുകാരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ആരോടൊക്കെ പറയണം നമുക്കറിയില്ല. കാരണം ഇത് പറയുമ്പോൾ പറയാതിരിക്കാലെങ്ങനെ, പറയലെങ്ങനെ ഒന്നും അറിയില്ല. ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീൽ നമുക്കുണ്ടായി. അതിൽ ഏതായാലും ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കളോടും പിന്നെ നമ്മളെ ഫ്ലാറ്റിൻ്റെ അയൽവക്കക്കാരോടും, കാരണം അവരോട് പറയണമല്ലോ.
കാരണം ഇനി അവരെന്തെങ്കിലും ആവശ്യത്തിന് നമ്മുടെ അടുത്ത് വരിക ഏതാണ്ട് അവരെ ടെൻഷൻ ആക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഫ്ലാറ്റിൻ്റെ അയൽവക്കത്തുള്ള എല്ലാവരോടും അതേപോലെ എൻ്റെ കുറച്ച് ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുപ്പെട്ട ഒരു കുടുംബക്കാരൻ അവനോ അങ്ങനത്തെ ആളുകളോട് മാത്രം നമ്മൾ പറഞ്ഞു. അവരോട് പറഞ്ഞപ്പോൾ ഉണ്ടായ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറമാണ്. എന്താ വെച്ചാൽ അവർ ആ സമയത്ത് അത് പറഞ്ഞോട് കൂടി അവർ പിന്നെ വിളിക്കലും എന്ത് വേണം പിന്നെ ഫുഡ് കൊണ്ടുവരണോ, സാധനങ്ങൾ വാങ്ങാൻ പൈസ വേണമെങ്കിൽ ഞാൻ അവിടുത്തെ ഗ്രോസറി സ്റ്റോറിൽ കൊടുക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും പല ഇതിൽ വേസ്റ്റ് പുറത്ത് കൊണ്ടിടാൻ ഞങ്ങൾ പ്രയാസപ്പെടേണ്ട, പുറത്ത് വെച്ചാൽ മതി, ഞങ്ങൾ കൊണ്ടുപോയിട്ടോളാം. ഇതൊക്കെ പറയണത് ചില ആൾക്കാർ നമ്മൾ ഫ്ലാറ്റുള്ളവരാണ്, ചില ആൾക്കാർ പറഞ്ഞത് വേറെ നമ്മളെ ഇവിടുന്ന് കുറേ കിലോമീറ്റർ അപ്പുറത്തുള്ളവർ വന്നിട്ടാണ്, അല്ല അവരാണ് വിളിച്ചിട്ട് പറയണത് ഫുഡിന് സാധനങ്ങൾ എത്തിച്ചു തരണോ, ഇനി ഫുഡ് എത്തിച്ചു തരണോ എന്നൊക്കെ പറയാം. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രമല്ല, ഉച്ചയായപ്പോത്തിന് വൈകുന്നേരം ആയപ്പോത്തിന് ഞങ്ങൾക്കുള്ള ഫുഡ് അവിടെ റെഡിയായി ഡോറിൽ വെച്ചിട്ട് ബെല്ലടിച്ചിട്ട് പറയാം ഫുഡ് ഉണ്ട് എന്ന്. സത്യം പറഞ്ഞാൽ അപ്പോഴേക്കും നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ ആലോചിക്കണുള്ളൂ, കാരണം അത്രയും ടയേർഡാണ് എല്ലാവരും. അങ്ങനെ ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ ഭയങ്കര ആശ്വാസം ഉണ്ടാക്കി. തലേന്ന് രാത്രി ഉണ്ടായിരുന്ന സംഘർഷത്തിനേക്കാളും പകുതി കുറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയൊരു സംഗതി എന്താ അറിയും, ഈ കോവിഡിൻ്റെ ഏറ്റവും വലിയ മരുന്ന് എന്താ അറിയും, നമ്മളപ്പോൾ ആരൊക്കെ ഉണ്ടെന്നുള്ള തോന്നലാണ്. അത് ഭയങ്കര സംഭവമാണ്. അത് നമ്മൾ ഉള്ളിൽ നിന്ന് പറയണം, ഉള്ളിൽ തട്ടി ഞാൻ പറയണം. അത് നമുക്ക് ഭയങ്കര ധൈര്യം തരും. നേരെ മറിച്ചില്ലേ പല വാർത്തകളിലും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ആരും ഒന്നും കൊടുക്കണില്ല. ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ളായിരുന്നു അസുഖത്തിനേക്കാൾ നമ്മൾ പേടിച്ചിരുന്നത്. അപ്പോൾ ആ സംഗതി അല്ല, ഒറ്റപ്പെടില്ല, നിങ്ങളപ്പോൾ എല്ലാവരും ഉണ്ട്, ഉള്ളിനേക്കാൾ ആളുണ്ട്, ഇതുവരെ വിളിക്കാത്തവർ വരെ ഉണ്ട് എന്ന് തോന്നിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ആശ്വാസം തോന്നി. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ആശ്വാസം. ഞാൻ എൻ്റെ സൗദിയിലുള്ള റിലേറ്റീവ്സിനോട് പറയണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഇജ്ജ് എന്തിനാ അവിടെ ഉള്ളവരോട് പറയണേ, ഇവിടെയുള്ള ഞങ്ങളല്ല എൻ്റെ റിലേറ്റീവ്സ് എന്ന് ചോദിച്ച എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അത് ഞാൻ പറഞ്ഞത് അത്രയും ഉള്ളിൽ തട്ടി നമ്മളെ ആത്മാർത്ഥമായിട്ട് ആൾക്കാരുണ്ട് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ല ധൈര്യം വന്നു കേട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ അവർ പിന്നെ ഹെൽത്തിൽ നിന്ന് ക്വാറൻറ്റൈനിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, സാധനങ്ങളൊക്കെ എടുത്തു, വണ്ടി എടുത്ത് ഞങ്ങൾ ഹെൽത്ത് സെൻ്ററിൽ പോയി. ഒരു പ്രാഥമികമായി ചെയ്യേണ്ട എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളും ചെയ്തു. അപ്പോൾ അവിടെ അന്ന് ഒരു ദിവസത്തോളം അവിടെ നിൽക്കേണ്ടി വന്നു, കാരണം ഒന്ന് ഉപ്പാക്ക് എല്ലാ ചെക്കപ്പും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, കുറച്ച് പ്രായമുള്ള ആൾക്കാർ, അതേമാതിരി നമ്മളെ ഓരോരുത്തർക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ടൊരു സംഗതി എന്താ വെച്ചാൽ അവിടെയുള്ള എനിക്ക് ഭയങ്കര ഫീലായ അടുത്തൊരു സംഗതി പറഞ്ഞാൽ ഈ പിന്നെ ആരോഗ്യ പ്രവർത്തകരുണ്ടല്ലോ, നഴ്സുമാരാണെങ്കിലും അവിടുത്തെ ഓരോ സ്റ്റാഫും അവരെ ഒരു ഡെഡിക്കേഷനും നമ്മൾ എടുത്ത് പറയേണ്ട സംഗതിയാണ്. ഇവിടെ ഈ നമുക്ക് ഓരോ അവസരങ്ങളും കുറേ ചെറിയ ഡിലേ വരുമ്പോഴൊക്കെ നമ്മോട് വന്നിട്ട് സോറി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അവരോട് സോറി പറയാൻ തോന്നുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ കവറോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ പായണം, നല്ല സങ്കടമായിരുന്നു. നല്ല ഒരു എന്താ പറയുക, സത്യം പറഞ്ഞാൽ അവരോട് ഭയങ്കര ബഹുമാനം തോന്നി. അത് ഏത് നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ സംഭവമാണ്, നമ്മൾ എടുത്ത് പറയേണ്ട ഒരു സംഗതിയാണ്. പിന്നെ എല്ലാവരും പേടിക്കുന്ന രോഗമുള്ള ആളുകളായിട്ടാണ് അവർ ഡീൽ ചെയ്യണത്. അതൊക്കെ എനിക്ക് എടുത്ത് പറയേണ്ടതായി തോന്നിയൊരു സംഗതിയാണ്. അങ്ങനെ ഞങ്ങളെ പിന്നെ അവിടുന്ന് ക്വാറന്റൈൻ സെൻറ്റർക്ക് മാറ്റി. കുഴപ്പമില്ലാതെ നല്ല അടിപൊളി സെറ്റപ്പാണ്. ഞങ്ങൾക്ക് പിന്നെ താമസ റൂമും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും നല്ല ഉഷാറായിരുന്നു. പിന്നെ അടിപൊളി ഫുഡും കാര്യങ്ങളും കൃത്യസമയത്ത് എത്തിയിരുന്നു. നമ്മൾ പിന്നെ ഖത്തർ ഗവൺമെൻറ് എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. നല്ല നല്ല സൗകര്യങ്ങളാണ് നമുക്ക് തന്നത്. അതൊക്കെ ഭയങ്കര സന്തോഷമായി. പിന്നെ അത് നമുക്ക് തരുന്ന ഒരു ധൈര്യം വേറെയാണ്. ഈ പറഞ്ഞ മാതിരി അത് നമുക്ക് കുറേ കോൺഫിഡൻസ് കൂട്ടി. അതേപോലെ നമ്മളെ ഫ്രണ്ട്സും അവരൊക്കെ വിളിച്ചു. അങ്ങനെ എല്ലാവരും വിളിയും കാര്യങ്ങളൊക്കെ ആയപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒന്ന് കൂളായി. നമുക്കിങ്ങനെ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ രോഗമില്ല എന്നുള്ള ആ ഒരു ഫീൽ വരാൻ തുടങ്ങി. ചെറിയ ചെറിയ അസ്വസ്ഥതകളുണ്ടെങ്കിലും അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു സൂം കോൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് നീണ്ട് സംസാരിക്കേണ്ടി വന്നിട്ടു. അങ്ങനെ ആ സംസാരിക്കുന്ന ഇടയിൽ കുറച്ച് സംസാരം കുറച്ച് നീണ്ടു കഴിഞ്ഞപ്പം ഒരു കിതപ്പ് വരാൻ തുടങ്ങി. അത് ചെറിയ ഒരു വീണ്ടും നമുക്ക് ഒരു ചെറിയ പേടി ഉണ്ടാക്കി, നമുക്കൊരു അസുഖം ഉണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടാക്കി. അന്ന് രാത്രി വീണ്ടും ചെറിയ നമ്മളൊന്ന് മെൻ്റലി ഒന്ന് ഡൗണായി. അങ്ങനെ ഞാനങ്ങനെ അന്ന് രാത്രി വൈഫിനോട് പറഞ്ഞു, ചൈനയിലുണ്ട് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പം നമ്മളെ ചങ്കിലെത്തിക്കണല്ലോ എന്നിങ്ങനെ പറഞ്ഞു. നമുക്ക് അങ്ങനത്തെ ഒരു ഫീലൊക്കെ ചെറുതായി വന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ വീണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി, നമുക്ക് സുഖമായി. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മളൊരു സുഹൃത്ത് ഫോൺ വിളിച്ചു. അപ്പോൾ അവനൊരു കഥ പറഞ്ഞു. അപ്പോൾ ആ കഥ അത് പിന്നെ അവൻ്റെ ലൈഫിലുണ്ടായ ഒരു സംഭവമാണ്, ചെറുപ്പകാലത്തുണ്ടായ സംഭവം. അത് ഈ സമയത്ത് പറയാൻ പറ്റിയ കഥയാണെന്ന് എനിക്ക്, അവൻ എന്നോട് പറഞ്ഞത് എനിക്കൊരു പോസിറ്റീവ് സംഭവം തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കഥ എന്നോട് ഷെയർ ചെയ്യണം. സംഭവം എന്താ വെച്ചാൽ അവൻ്റെ നാട്ടിൽ ഒരു കുറച്ച് വെള്ളടിയും ടീമുള്ള കുറച്ചൊരു കച്ചറ ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഈ ആളെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ആരും പേടിയുണ്ടാവില്ല, ആരുടെ വെച്ചാൽ ഞാനിടാന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങാടി നടക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി ഇവർ അങ്ങാടി സാധനം, ചെറിയ കുട്ടിയാണ്, അവർ നന്ന ചെറിയ കുട്ടിയാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങാടിക്ക് സാധനം വാങ്ങാൻ ഇറങ്ങിയ സമയത്ത്
ഇയാളിങ്ങനെ പാടത്തോട് നടന്നു വരുന്ന സമയത്ത് ഇയാൾക്ക് പാമ്പ് കടിച്ചു ഇത്ര. അങ്ങനെ പാമ്പ് കടിച്ചിട്ട് ഇവൻ കാണുന്ന സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഇയാൾ നടന്നു വന്നിട്ട് ഈ ഒരു വൈദ്യരുടെ അടുത്ത് വന്ന് വൈദ്യരോട് നോക്കാൻ പറയാം. അപ്പോൾ ഇവൻ ആ വൈദ്യരുടെ അടുത്തുള്ള സ്ഥലത്താണ് ഇവൻ സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ എല്ലാവരും ആളൊക്കെ കൂടി ഇവൻ പാമ്പ് കടിച്ചു എന്നുള്ളൊരു വർത്താനം കാര്യമൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ ഇയാൾ അത്രയും ആ നാട്ടിലെ പറഞ്ഞില്ലേ ഒരു ആരടാ ഞാടാ ചോദിക്കുന്ന ടൈപ്പ് ആളാണ്. അപ്പോൾ ആൾക്ക് പാമ്പ് കടിച്ചു എന്നുള്ള വാർത്തയാണ്. അപ്പോൾ എല്ലാവരും അവിടെ കൂടി. അപ്പോൾ ഈ കുട്ടികൾ അവിടെ ഈ ഇങ്ങനൊരു കഥ പറഞ്ഞ നമ്മളെ സുഹൃത്തോടെ ഉണ്ട്. അങ്ങനെ വൈദ്യരെ നോക്കി ഇയാളാണ് ഈ പാമ്പ് കടിച്ച് അവിടെ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട്, അയാൾ കുറച്ച് ദൂരമുണ്ട്, അയാൾ അവിടെ നടന്നാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പെട്ടെന്ന് വൈദ്യർ നോക്കിയാണ്ട് പറഞ്ഞു ഇത് കാര്യപ്പെട്ട വിഷമുള്ള എന്തോ സാധനമാണെന്ന് പറഞ്ഞു. ഈ പറയിൽ ഇയാളങ്ങനെ ബോധം കിട്ടു പോകും. അങ്ങനെ അപ്പോൾ ഇവർ കുട്ടികളൊക്കെ പേടിച്ചു, എല്ലാവരും പോകാൻ പറഞ്ഞു. പിന്നെ വണ്ടി എടുത്ത ആളെ കൊണ്ടുപോയി. അപ്പോൾ കുട്ടികൾ ഓടി വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലൊക്കെ പോയി കണ്ട് പിന്നെ കുട്ടികളല്ലേ ഒക്കെ പറഞ്ഞു ഇയാൾ മരിച്ചു പോയി എന്നുള്ള പാമ്പ് മരിച്ചു എന്നുള്ള രീതിയിലാണ്. പിറ്റേന്ന് ഇവർ മദ്രസ വിട്ട് വരുമ്പോൾ ഈ ആൾ നടന്നു പോകും. അപ്പോഴാണ് ഇവർ ഇത് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇത് അന്വേഷിക്കുമ്പോൾ ഉണ്ടായ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര കാര്യപ്പെട്ട വിഷമുള്ള സാധനമൊന്നും അല്ല കടിച്ചിട്ടുള്ളത്. പക്ഷേ ആ വൈദ്യർ പറയുകയാണ് ഇത് കാര്യപ്പെട്ട വിഷമുള്ള സംഗതിയാണ് കടിച്ചത് എന്ന് പറയുമ്പം ഇയാളുള്ള ധൈര്യം ചോർന്നു പോവുകയും അയാൾ എന്ത് ചെയ്യണം ഓട്ടോമാറ്റിക്കലി വീഴാണ്. പലപ്പോഴും കോവിഡിൻ്റെ സംഗതിയിലും ഇതാണ്. എല്ലാവർക്കും ഇത് ഭയങ്കര പ്രശ്നമുള്ള സംഗതിയൊന്നുമല്ല. കുറേ ആളുകൾക്ക് ഇത് ചെറിയ സാധാ നമ്മുടെ ഫ്ലൂവിൻ്റെ അത്രയൊക്കെ തന്നെ സാധാ ഒരു പനീൻ്റെ അങ്ങനത്തെ സംഗതിയോ വരുന്നത്. പക്ഷേ എല്ലായിടത്തും കേട്ട കുറേ വാർത്ത ഉണ്ടല്ലോ, ആ വാർത്തകളാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. ആ പേടിയാണ് ഈ അസുഖത്തിനെ കുറച്ചും കൂടി നമ്മളെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. അത് തോന്നിയൊരു സംഗതിയാണ്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഒരേപോലെ ഒന്നല്ല, പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത് നോർമലി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത്തരം പേടികളും കൂടി ഇല്ലാണ്ടായാൽ തന്നെ നമുക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് നേരിടാൻ പറ്റുള്ളൂ. അത് ഇവൻ ഈ കഥ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാണ് അതിൻ്റെ ഒരു സംഗതി. അപ്പം ഏതായാലും ഇങ്ങനെയൊക്കെ ഞങ്ങൾ മാറാൻ ഞങ്ങൾ എല്ലാം മാറി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ നാട്ടിൽ ഈ സംഗതി പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പോൾ ഉമ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കിത് എങ്ങനെ ഫീലാവും. കാരണം നമ്മൾ ഇവിടെ വേറെ നാട്ടിൽ അവിടുന്ന് അത് കേൾക്കുക, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ചില സമയത്തുണ്ട്. ഗൾഫിൽ നിന്ന് അങ്ങനെയാണ് ഇങ്ങനെയെന്നുള്ള വാർത്തകളൊക്കെ ആകുമ്പോൾ അവർ പേടിപ്പിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു. ലാസ്റ്റ് എന്ത് ചെയ്തു, ഏതായാലും നമ്മളിവിടുന്ന് പോണ സമയത്ത് ഉപ്പാനും ഉമ്മാനെ അറിയിക്കാൻ തീരുമാനിച്ചു. ഉമ്മാനോടൊക്കെ പറഞ്ഞു. ഉമ്മ ഒരുപാട് കരഞ്ഞു. നമുക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഉമ്മ പറയുന്നത് നിങ്ങൾ എത്ര വലുതായാലും എൻ്റെ കുട്ടികളാണ്, നിങ്ങൾക്ക് ഇങ്ങനെ അസുഖം വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത സംഗതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള സംഗതി എന്താ വെച്ചാൽ ഞങ്ങൾ ഈ കഴിഞ്ഞ 2 ആഴ്ച കൃത്യമായിട്ട് നാട്ടിലേക്ക് വിളിച്ചിരുന്നു വെച്ചാൽ ഞങ്ങൾക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല. ഇനി ആരെങ്കിലും പറഞ്ഞിട്ട് ഉപ്പയോ ഉമ്മയോ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്നലെ വിളിച്ചിരുന്നല്ലോ എന്ന് തോന്നാൻ വേണ്ടിയിട്ട്, എങ്ങാനും കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ട് ഇനിയിപ്പോൾ എന്താ പറ്റിയോ എന്നുള്ളൊരു വിചാരം അവർക്ക് വരണ്ട എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി കൃത്യ ഇടവേളയിൽ ഞങ്ങൾ കുട്ടികളും കൂട്ടി വീഡിയോ കോൾ വിളിച്ചിരുന്നു. അതുകൊണ്ട് എന്താ വെച്ചാൽ ഞങ്ങൾ ഈ പറയാൻ ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും അവർക്കത് കൺവിൻസ് ആയി. അവർക്കും കേട്ട ഷോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരത് റിയലൈസ് ചെയ്തു. ഏതായാലും അങ്ങനെ ഒരു സാധനം ചൈനയിൽ കിടന്ന സാധനം നമ്മുടെ ചങ്കിൽ വന്ന് അങ്ങ് പോയി. ഇതാണ് കോവിഡ് പോസിറ്റീവാക്കിയ എൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ അധികം പേടിക്കാനൊന്നുമില്ല, ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന സംഗതി. ഇനി അടുത്തൊരു സംഭവമായിട്ട് വരും. എല്ലാവർക്കും ബൈ.